മാധ്യമലോകത്തെ സിംഹമെന്ന് സംഘികൾ വിശേഷിപ്പിക്കുന്ന സാജൻ സ്കറിയ സ്വയം അദ്ദേഹം അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥ ജനങ്ങളുടെ മതേതരത്വ വിശ്വാസികളുടെ ഹൃദയത്തിനകത്തെ മാധ്യമ സിംഹം എന്ന് പറയുന്നത് ഇപ്പോൾ അരുൺകുമാറാണ്. അരുൺകുമാറും സാജൻ സ്കറിയയും യുദ്ധത്തിനൊരുങ്ങുന്നു എന്നുള്ള പുതിയ വാർത്ത തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. സാജൻ സ്കറിയ മാധ്യമപ്രവർത്തകരെയും, അതായത് സ്വന്തം സഹപ്രവർത്തകരെയും, ഒപ്പം രാഷ്ട്രീയക്കാരെയും മുതലാളിമാരെയും ബിസിനസ്സുകാരെയും ഭീഷണിപ്പെടുത്തിയിട്ട് പണം തട്ടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രാവശ്യം വ്യക്തമായതാണ്. എന്നാൽ ഇപ്പോൾ, അതായത് ഈ പുതിയ കാലത്ത് ആ ഭീഷണികൾ വില പോവില്ല എന്ന് മാത്രമല്ല, ഭീഷണിപ്പെടുത്തിയതിന് അക്കമിട്ട് തിരിച്ചടി കൊടുക്കുന്ന ചുടക്കുട്ടികൾ മാധ്യമ ലോകത്തേക്ക് കടന്നു വന്നതോടുകൂടി സാജൻ സ്കറിയയുടെ ആപ്പീസ് പൂട്ടിയിരിക്കുകയാണ്. അതായത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സാജൻ സ്കറിയക്ക് സംസാരിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്നത് 24 ന്യൂസ് ചാനലിലെ അരുൺകുമാറിനെതിരെ ശക്തമായ ആരോപണമാണ് സാജൻ സ്കറിയ ഉന്നയിച്ചത്. അദ്ദേഹത്തെ മോശമായി നവമാധ്യമങ്ങളിൽ ചിത്രീകരിക്കുകയും മോശമാക്കി ചിത്രീകരിക്കുന്നതോടൊപ്പം തന്നെ വ്യാപകമായി അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്തകൾ നൽകുകയും ചെയ്തു. അതിന് കാരണമെന്ന് പറയുന്നത് 24 ന്യൂസ് ചാനൽ വളരെ വ്യക്തമായി സാജൻ സ്കറിയയുടെ ഭാര്യയുടെ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി തുറന്നടച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ സാജൻ സ്കറിയക്ക് ശക്തമായ തിരിച്ചടി സ്വന്തം വീടിനകത്ത് നിന്ന് തന്നെ ഉണ്ടായപ്പോൾ വേറെ വഴിയില്ലാതെ തെരുവു പട്ടികളെപ്പോലെ വിളിച്ച് കൂവുന്നത് പോലെ ഇങ്ങനെ കൂവിക്കൊണ്ട് അരുൺകുമാറിനെതിരെയും കൂവാൻ തുടങ്ങിയതായിരുന്നു. എന്നാൽ അരുൺകുമാറിനെതിരെ സാജൻ സ്കറിയ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. അരുൺകുമാർ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ, അതായത് സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു ചാനലിൽ കയറി ശമ്പളം പറ്റുകയാണ് എന്നാണ് സാജൻ സ്കറിയ ഉന്നയിച്ച ആരോപണം. എന്നാൽ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് അരുൺകുമാർ നൽകിയിട്ടുള്ളത്. താൻ സർവകലാശാലയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്താനും അതുപോലെ തന്നെ വാർത്ത വായിക്കാനുമുള്ള അനുമതി 10 വർഷം മുൻപ് തന്നെ നേടിയിട്ടുണ്ട് എന്നും അതിൻ്റെ രേഖകൾ വേണമെങ്കിൽ കാണിക്കാമെന്നും വെല്ലുവിളിച്ച് അരുൺകുമാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒപ്പം അരുൺകുമാർ പറയുന്നു, ഇല്ലാ കഥകൾ കെട്ടിവെച്ചുകൊണ്ട് താൻ സർക്കാർ സർവീസിലിരിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു സ്വകാര്യ ചാനലിൽ നിന്ന് പണം വാങ്ങുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച സാജൻ സ്കറിയക്കെതിരെ യൂണിവേഴ്സിറ്റിയുടെ, അതായത് അദ്ദേഹം ജോലി ചെയ്യുന്ന സർവകലാശാലയുടെ അനുമതിയോടുകൂടി തന്നെ നിയമപ്രകാരം മുന്നോട്ട് പോയി സാജൻ സ്കറിയക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്ന് അരുൺകുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ചിലപ്പോൾ സാജൻ സ്കറിയയുടെ കിളി പോയി കാണും. കാരണം വ്യക്തമായ തെളിവ് അരുൺകുമാറിൻ്റെ കയ്യിൽ നിലവിലുണ്ട്. നിലവിൽ അരുൺകുമാർ വാർത്ത വായിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 24-ൽ കാണാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേഷൻ ഉടമക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അരുൺകുമാർ ഇദ്ദേഹവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ അരുൺകുമാർ ക്വാറന്റൈനിൽ പോയിരിക്കുകയാണ്. അതോടൊപ്പം നിലവിൽ താൽക്കാലികമായിട്ട് 24-ൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. തുടർന്ന് വരുമെന്ന് അരുൺകുമാർ തന്നെ നേരിട്ട് ഈ കാര്യം 24 ന്യൂസ് ചാനലിൻ്റെ വാർത്താ പോർട്ടലിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കാര്യങ്ങൾ 8ന്റെ പണിയായി മാറുന്നത് സാജൻ സ്കറിയക്ക് തന്നെയാണ്. കാരണം അരുൺകുമാറിൻ്റെ കയ്യിൽ വ്യക്തമായ രേഖകൾ ഉണ്ടാകുമ്പോൾ നിയമപരമായി അരുൺകുമാർ പോയി കഴിഞ്ഞാൽ സാജൻ സ്കറിയക്ക് 8ന്റെ പണി കിട്ടും. UK-യിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ കോടതികളിൽ നിന്നും 8ന്റെ പണി കിട്ടുമെന്ന് അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമസിംഹം കാണിച്ചു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും സാജൻ സ്കറിയയുടെ ഈ വ്യഭിചാരമുള്ള മാധ്യമ പ്രവർത്തനം തീർച്ചയായും അത് അവസാനിക്കാൻ പോകുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.